ഡബ്ല്യുഡബ്ല്യുഇയിലെ ഏറ്റവും നശിച്ച ദിവസമായിട്ട് എല്ലാവരും കണക്കാക്കപ്പെടുന്ന ദിവസം, ഡബ്ല്യുഡബ്ല്യുഇയുടെ ചരിത്ര താളുകളിൽ ഏറ്റവും കൂടുതൽ പേർ സങ്കടപ്പെട്ട ദിവസം, എല്ലാവരെയും ഡബ്ല്യുഡബ്ല്യുഇ സർപ്രൈസ് ആക്കിയ നിമിഷം, ഇതെല്ലാം തന്നെ നടന്നത് ഒരേ ഒരു ദിവസമാണ്, ഒരേ ഒരു മാച്ചിലാണ്. റസൽമേനിയ 30 അണ്ടർടേക്കർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ചിൽ 21 റസൽമേനിയകളിൽ തുടർച്ചയായി വിജയിച്ച അണ്ടർടേക്കർ 22ാമത്തെ റസൽമേനിയ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നേരിടേണ്ടി വന്നത് പരാജയം തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അണ്ടർടേക്കർ ആ ഒരു റസൽമേനിയ 30 ബ്രോക്കിനെതിരെയുള്ള മാച്ചിലേക്ക് എത്തിപ്പെട്ടത്? ഇവരുടെ ഈ ഒരു ഫ്യൂഡിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഒരുപാട് പേരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോസ് എത്തുകയുള്ളൂ, എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2014 ഫെബ്രുവരി മാസം ഒരു റോ എപ്പിസോഡ്. ആ വർഷത്തെ റോയൽ റംബിളിൽ ബിഗ് ഷോക്കെതിരെ മത്സരിച്ചതിന് ശേഷം പിന്നീട് ബ്രോക്ക് ലെസ്നറിനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. ബ്രോക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിലെ ഈ ഒരു റോ എപ്പിസോഡിലായിരുന്നു. ഒരു അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ബ്രോക്ക് വരുന്നത് എന്നായിരുന്നു എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ അന്നത്തെ റോയുടെ മെയിൻ ഇവന്റ്, ബ്രോക്ക് ലെസ്നറും പോൾ ഹെയ്മാനും റിംഗിലേക്ക് നടന്നു വരുന്നു. പിന്നീട് പോൾ ഹെയ്മാൻ ആയിരുന്നു സംസാരിച്ചത്. ഇന്നത്തെ ദിവസം ബ്രോക്ക് ലെസ്നർ നല്ല മൂഡിലല്ല. ബ്രോക്കാണ് ശരിക്കും നമ്പർ 1 കണ്ടന്റർ ആവേണ്ടിയിരുന്നത്. റാൻഡി ഓർട്ടൺ വേഴ്സസ് ബാറ്റിസ്റ്റ തമ്മിലുള്ള മാച്ച് അല്ല റസൽമേനിയ 30 നടക്കേണ്ടത്, അത് ബ്രോക്ക് ലെസ്നറിനെതിരെയാണ്. ഡബ്ല്യുഡബ്ല്യുഇ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ബ്രോക്ക് ലെസ്നറിനെതിരെ റാൻഡി ഓർട്ടൺ വേഴ്സസ് ബാറ്റിസ്റ്റ തമ്മിലുള്ള മാച്ചിൽ വിജയിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് പോൾ ഹെയ്മൻ പറഞ്ഞു. ഈ ഒരു കാര്യം അതോറിറ്റിയോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊരു ഓപ്ഷൻ നമുക്കില്ല, പക്ഷെ ബ്രോക്ക് ലെസ്നറിന് അദ്ദേഹത്തിന് വേണ്ടവരെ റസൽമേനിയയിലേക്ക് എതിരാളിയായിട്ട് ചൂസ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ അതോറിറ്റി കൊടുക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ അദ്ദേഹത്തിന്റെ കരിയറിൽ നേടാത്തതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് അതോറിറ്റി കൊടുത്ത ഈ ഒരു ഓഫർ തനിക്ക് ആവശ്യമില്ല എന്നുള്ളത് പോൾ ഹെയ്മാൻ പറഞ്ഞു. ഈ ഒരു ഓപ്പൺ ചലഞ്ചിന് അവർക്ക് താല്പര്യമില്ല. ബ്രോക്ക് ലെസ്നർ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഓപ്പോണന്റിനെ ചൂസ് ചെയ്യാറില്ല. ഹിസ്റ്ററിയുടെ താളുകളിൽ എഴുതപ്പെടേണ്ട വ്യക്തിയാണ് ബ്രോക്ക് ലെസ്നർ. അതിനു വേണ്ടിയിട്ടുള്ള മൊമെന്റുകളാണ് വേണ്ടത്, അതല്ലാതെ വെറുമൊരു എതിരാളിക്കെതിരെ മത്സരിക്കുക എന്നുള്ളതല്ല ബ്രോക്ക് ലെസ്നറിന്റെ ആവശ്യം. ബ്രോക്കിനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നർ റസൽമേനിയ 30 പങ്കെടുക്കില്ല എന്നും പോൾ ഹെയ്മാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ടേബിളിന്റെ മുകളിൽ മൈക്കും വെച്ച് ഇവർ രണ്ടുപേരും പോവുകയാണ്. അതാ കേൾക്കുന്നു മരണമണി, അതാ വരുന്നു ദി അണ്ടർടേക്കർ. അവിടെയുള്ള ഫാൻസ് മുഴുവൻ ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അണ്ടർടേക്കർ എന്നായിരുന്നു. ബ്രോക്ക് ലെസ്നർ കോൺട്രാക്ട് എടുത്തു, സൈൻ ചെയ്തു. എന്നിട്ട് അണ്ടർടേക്കറിനോട് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതാ ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ കാണിച്ചു കൊടുത്ത ബ്രോക്കിന്റെ കൈക്കിട്ട് കുത്തിക്കൊണ്ടായിരുന്നു അണ്ടർടേക്കർ ആ ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിതാ ബ്രോക്ക് ലെസ്നറിന്റെ കഴുത്തിന് പിടിച്ച് ഒരു ചോക്ക് സ്ലാം ടു ദാറ്റ് ടേബിൾ. എന്നിട്ട് റസൽമേനിയയുടെ ബോർഡിലേക്ക് ഒന്ന് നോക്കി. റസൽമേനിയയിൽ ഇവരുടെ മാച്ച് കൺഫേം ആകുന്ന രീതിയിൽ അണ്ടർടേക്കർ ഒരു സിഗ്നൽ കൊടുത്തു, വലിയ സിഗ്നൽ. പിന്നീട് അടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ പോൾ ഹെയ്മാൻ ആയിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അണ്ടർടേക്കറിനെതിരെ ഇവർക്ക് പ്രതികാരം ചെയ്യണം. എങ്ങനെയാണ് അണ്ടർടേക്കറിനെതിരെ പ്രതികാരം ചെയ്ത് ആ മനുഷ്യനെ കൊല്ലുക? ഒരിക്കൽ മരിച്ച മനുഷ്യനാണ് അണ്ടർടേക്കർ, അതുകൊണ്ട് പിന്നീട് കൊല്ലാൻ പറ്റില്ലല്ലോ. കൊല്ലാനുള്ള ഒരേ ഒരു വഴി റസൽമേനിയയിലെ സ്ട്രീക്ക് തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സ്ട്രീക്ക് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് മറ്റാരുമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബീസ്റ്റ് ഇൻകാർഡിനേറ്റ് ആണ്, ബ്രോക്ക് ലെസ്നർ ആണ് എന്ന് പറഞ്ഞ് ബ്രോക്ക് ലെസ്നറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ബ്രോക്ക് റിംഗിലേക്ക് എത്തിയപ്പോൾ ഫാൻസ് മുഴുവൻ ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് CM പങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പേരായിരുന്നു. കാരണം ഈ സ്റ്റോറി നടക്കുന്ന സമയത്തായിരുന്നു CM പങ്ക് ഡബ്ല്യുഡബ്ല്യുഇ വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. ഫാൻസുകൾക്ക് ആർക്കും തന്നെ ഈ ഒരു കാര്യം ഇഷ്ടമേ അല്ലായിരുന്നു. CM പങ്ക് ഒരു പോൾ ഹെയ്മാൻ ഗായ് കൂടി ആയതുകൊണ്ട് പോൾ ഹെയ്മാൻ വരുമ്പോഴെല്ലാം തന്നെ CM പങ്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ ചാൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പോൾ ഹെയ്മാൻ ഈ ഒരു റോ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നത് പങ്കിന്റെ എൻട്രൻസ് മ്യൂസിക്കും ഇട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പോൾ ഹെയ്മാൻ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും CM പങ്കിന്റെ ചാൻറ്റുകൾ മാത്രം. അപ്പോൾ വളരെ വിരളമായി മാത്രം നടക്കുന്ന ആ സംഭവം നടന്നു. ബ്രോക്ക് ലെസ്നർ മൈക്ക് എടുത്ത് സംസാരിക്കുകയുണ്ടായി. ബാക്കിയുള്ളവർ പറയുന്നത് പോലെ അണ്ടർടേക്കറിനെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ടേക്കറിന്റെ എതിരാളികളെല്ലാം തന്നെ അദ്ദേഹത്തെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പേടിയില്ല. അവരെല്ലാവരും സ്ട്രീക്ക് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കാർക്കും അതിന് നടന്നില്ല. ഷോൺ മൈക്കിൾസ്, ട്രിപ്പിൾ എച്ച്, പിന്നെ നിങ്ങളുടെ പൊന്നാരക്കുട്ടൻ CM പങ്ക്, ഇവരെല്ലാവരും തന്നെ റസൽമേനിയയിൽ അണ്ടർടേക്കറിനെതിരെ തോറ്റവരാണ് എന്ന് പറഞ്ഞ് CM പങ്കിന്റെ ചാൻറ്റുകൾ ഒന്നുകൂടി പൊലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നർ. റസൽമേനിയ 30 ബ്രോക്ക് ലെസ്നർ അണ്ടർടേക്കറിന്റെ സ്ട്രീക്ക് തോൽപ്പിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടായിരുന്നു ബ്രോക്ക് അവിടെ നിന്നും പോയത്. പക്ഷെ ബ്രോക്കിനെ പോവാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ബ്രോക്ക് എൻട്രൻസ് റാമ്പിൽ എത്തിയപ്പോഴേക്കും അതാ വരുന്നു റിട്ടേണിംഗ് മാർക്ക് ഹെൻറി. ഈ മാർക്ക് ഹെൻറിയെ പണ്ട് ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്തതായിരുന്നു. അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി മാർക്ക് ഹെൻറി അവിടേക്ക് എത്തി. പക്ഷേ വീണ്ടും അതാ മാർക്ക് ഹെൻറിയെ എടുത്തു സ്റ്റെയറിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. സ്റ്റീൽ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് മാർക്ക് ഹെൻറിയെ അറ്റാക്ക് ചെയ്തു. അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് F5 ചെയ്തു. ഇതെല്ലാം
ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നർ അവിടെ നിന്നും പോയത്. പിന്നീട് നടന്ന ഒരു റോ എപ്പിസോഡിൽ അണ്ടർടേക്കർ വന്ന് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോൾ ഹേമാൻ ഇന്റർഫിയർ ചെയ്യുകയും അണ്ടർടേക്കറിനെ ചൊടി പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സംസാരങ്ങൾ നടത്തുകയും ചെയ്തു. ഏറ്റവും അവസാനം ടേക്കർ പറഞ്ഞത് റെസൽമേനിയ 30 നിന്റെ ക്ലയന്റ് ബ്രോക്ക് ലെസ്നർ ഒരു കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അവൻ റെസ്റ്റ് ഇൻ പീസ് ആയിരിക്കുമെന്നുള്ളതായിരുന്നു. പിന്നീട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നടന്ന റോ എപ്പിസോഡിൽ പോൾ ഹേമനും ബ്രോക്ക് ലെസ്നറും കൂടി റിംഗിലേക്ക് വരികയുണ്ടായി. ഹേമൻ അവിടെ നിന്നും ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സമയത്ത് ബ്രോക്ക് വീണ്ടും മൈക്ക് വാങ്ങി, ഞാൻ എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ ഇവിടെ വന്നത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേക്കർ ബാക്ക് സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം, ടേക്കർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ബ്രോക്ക് ലെസ്നർ അണ്ടർടേക്കറിനെ വെല്ലുവിളിച്ചു. അപ്പോൾ അവിടേക്ക് വന്നത് അണ്ടർടേക്കറിന്റെ കൂടെ വരുന്ന ഡ്രൂയിഡ്സ് ആയിരുന്നു. കറുത്ത ഡ്രസ്സും ഇട്ട് അണ്ടർടേക്കറിന്റെ ശവപ്പെട്ടിയും പൊക്കിക്കൊണ്ടായിരുന്നു അവർ റിംഗിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. റിംഗ് സൈഡിൽ നിന്നിട്ട് ആ ഒരു ശവപ്പെട്ടി വെക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ തന്റെ കാല് കൊണ്ട് ആ ഒരു ശവപ്പെട്ടി ഒരുപാട് തവണ ചവിട്ടുകയുണ്ടായി. ഹെയ്മാൻ അപ്പോഴേക്കും ലെസ്നറിനോട് പറയുകയുണ്ടായി, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം, വേഗം തന്നെ പോകാം എന്ന് പറഞ്ഞ് ഹെയ്മാൻ പേടിച്ചിരണ്ട് നിന്നു. പക്ഷേ ബ്രോക്ക് പകുതി പേടിയിലായിരുന്നു. ചവിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു കാലുകൊണ്ട് മെല്ലനെ പുറകിലോട്ടും നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോപ്പിന്റെ ഇടയിലൂടെ മെല്ലനെ ആ ഒരു ശവപ്പെട്ടി ബ്രോക്ക് ലെസ്നർ തുറക്കുകയുണ്ടായി. ശവപ്പെട്ടിക്കകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. ഇത് കണ്ടതോടുകൂടി ബ്രോക്ക് ലെസ്നറുടെ ധൈര്യം വന്നു. ഡ്രൂയിഡ്സിനെ പേടിപ്പിച്ചുകൊണ്ട് ബ്രോക്ക് എൻട്രൻസ് റാമ്പിലേക്ക് വീണ്ടും വന്നു നിന്നു. എന്നിട്ട് ദേഷ്യം കൊണ്ട് ശവപ്പെട്ടി വീണ്ടും അടച്ചു. ഞാനിവിടെ കളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് എന്ന് പറഞ്ഞ് ബ്രോക്ക് ലെസ്നർ അരിശം പൂണ്ടു. അപ്പോഴായിരുന്നു വീണ്ടും ആ ശവപ്പെട്ടി തുറന്നത്. അതിനകത്ത് അതാ കിടക്കുന്നു ദി അണ്ടർടേക്കർ. കണ്ണു തുറന്ന് അവിടെ ഇരിക്കുകയാണ് അണ്ടർടേക്കർ. എന്നിട്ട് റിംഗിലേക്ക് വന്നു. ബ്രോക്ക് ലെസ്നറിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് വലിച്ചതാ ശവപ്പെട്ടിക്ക് അകത്തേക്ക് ഇടാൻ വേണ്ടി നോക്കി. പക്ഷെ അപ്പോഴേക്കും ശവപ്പെട്ടി പൂടിയിട്ടുണ്ടായിരുന്നു. ബ്രോക്ക് ശവപ്പെട്ടിയും കടന്ന് എൻട്രൻസ് റാമ്പിലേക്ക് വീഴുകയുണ്ടായി. പിന്നീട് റെസൽമേനിയയ്ക്ക് തൊട്ടു മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡ് അണ്ടർടേക്കർ ആയിരുന്നു റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ വന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് സ്ട്രീക്ക് തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഒരുപാട് പേർ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഇതുവരെ ആരും വിജയിച്ചിട്ടില്ല. ബ്രോക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്ലർ ആയിരിക്കും, പക്ഷേ ഡെഡ് മാനുമായി കമ്പയർ ചെയ്യുമ്പോൾ ബ്രോക്ക് ഒന്നുമല്ല. 3 കാര്യങ്ങളാണ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തത്. ഒന്ന് മരണത്തെ, മറ്റൊന്ന് ടാക്സിനെ, വേറെ ഒന്ന് സ്ട്രീക്കിനെ. ഈ റെസൽമേനിയയിൽ ബ്രോക്ക് ലെസ്നർ റെസ്റ്റ് ഇൻ പീസ്. ഇതായിരുന്നു അണ്ടർടേക്കർ പറഞ്ഞത്. അപ്പോഴേക്കും പോൾ ഹേമാനും ബ്രോക്ക് ലെസ്നറും കൂടി എൻട്രൻസിന്റെ ഏരിയയിലേക്ക് വന്ന് ഒരൊറ്റ F5 മാത്രം ചെയ്താൽ മതി നിന്റെ സ്ട്രീക്ക് തോൽപ്പിക്കാൻ വേണ്ടി. ബ്രോക്ക് ലെസ്നർ എന്തായാലും നിന്റെ സ്ട്രീക്ക് തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത് പ്രഡിക്ഷൻ അല്ല, ഇതൊരു സ്പോയിലർ ആണ് എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് അവർ പോവുകയായിരുന്നു. പക്ഷേ ബ്രോക്ക് അതാ മെല്ലനെ റിംഗിലേക്ക് അടുക്കുന്നു. അണ്ടർടേക്കർ തന്റെ കോട്ടെല്ലാം തന്നെ അഴിച്ചു വെക്കുന്നു. ബ്രോക്ക് റെസൽമേനിയ സൈൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് വീണ്ടും തല്ലുണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ റിംഗ് സൈഡിലേക്ക് പോകുന്നു. അണ്ടർടേക്കറിനെ പറ്റിക്കുന്നു. പിന്നെ റിംഗിനെ വലം വെക്കുന്നു. അപ്പോഴിതാ ഒരു സൈഡിലൂടെ പോൾ ഹേമാൻ ഒരു ചെയറുമായിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. അണ്ടർടേക്കർ ആ സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്നും ബ്രോക്ക് ലെസ്നർ വന്ന് ടേക്കറിനെ അറ്റാക്ക് ചെയ്യുന്നു. ടേക്കറിനെ എടുത്ത് ഒരു F5 ചെയ്യുന്നു. ബ്രോക്ക് ലെസ്നറിന്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈറ്റ് സ്ലീപ് ബ്രേക്ക് ദ സ്ട്രീക്ക് എന്നായിരുന്നു. അങ്ങനെ റെസൽമേനിയ 30 അണ്ടർടേക്കറിന്റെ എല്ലാ റെസൽമേനിയകളും പോലെ ഇതും അദ്ദേഹം തന്നെ വിജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായി. ആരും തന്നെ വലിയ ആവേശത്തിലല്ലായിരുന്നു ആ മാച്ച് കണ്ടത്. രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അണ്ടർടേക്കറിന് F5കൾ 1-2 കിട്ടിയിട്ടും അദ്ദേഹം തോറ്റുകൊടുത്തില്ല. അതുപോലെ 2-3 തവണ സബ്മിഷൻ മൂവിലൂടെ ബ്രോക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രോക്കിന്റെ പവർ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം തോറ്റുകൊടുത്തില്ല. 3 ജർമ്മൻ സൂപ്ലക്സുകൾ ചെയ്ത് ടേക്കറിന്റെ കൈമുട്ട് പൊട്ടിയെങ്കിലും ടേക്കർ അപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. ബ്രോക്കിനിട്ട് ഒരു ലോ ബ്ലോ കൊടുത്തുകൊണ്ടും അതിനുശേഷം ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ കൊടുത്തുകൊണ്ടും അണ്ടർടേക്കർ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലും ബ്രോക്ക് ലെസ്നർ തോറ്റുകൊടുത്തില്ലായിരുന്നു. ഇതിനെല്ലാം ശേഷം ഒരൊറ്റ F5 ചെയ്ത് ബ്രോക്ക് ലെസ്നർ ആ ഒരു മാച്ചിൽ വിജയിച്ചിരിക്കുന്നു. 22ാമത്തെ വർഷം 22ാമത്തെ റെസൽമേനിയ മാച്ചിൽ അണ്ടർടേക്കർ തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന കാണികളുടെ മുഖവും പോൾ ഹേമാന്റെ മുഖവും കണ്ടാൽ മനസ്സിലാകും ഇത് എത്രത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എന്ന്. ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു എന്താണ് അവിടെ നടന്നത് എന്ന്. WWE പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. മാച്ച് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് 21-1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സൈൻ ബോർഡ് ആയിരുന്നു. അതുപോലെ ബ്രോക്ക് ലെസ്നർ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കൂടിയായിരുന്നു. ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല ഈ ഒരു മാച്ചിൽ അണ്ടർടേക്കർ തോൽക്കുമെന്നുള്ളതും ഇവർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് റെസ്ലിംഗ് ലോകത്തെ തന്നെ മാറ്റിക്കളയുന്ന ഒരു കാര്യമായിരിക്കുമെന്നുള്ളതും. പോൾ ഹേമാൻ ബ്രോക്ക് ലെസ്നറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിക്കുന്നു. ബ്രോക്കിന്റെ ക്യാരക്ടർ അതുപോലെ ഒരു ഹീൽ ക്യാരക്ടർ ആയതുകൊണ്ട് അധികം പേർക്കൊന്നും തന്നെ ബ്രോക്കിനോട് വലിയ ദേഷ്യമൊന്നും തന്നെ ഉള്ളതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിലേറ്റവും കൂടുതൽ സങ്കടമായിട്ടുണ്ടായിരുന്നത് അണ്ടർടേക്കറിന് ആ ഒരു മാച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ റിംഗിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നതും ഫാൻസ് മുഴുവൻ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും താങ്ക് യു ടേക്കർ എന്ന് പറഞ്ഞ ചാന്റുകൾ ചെയ്യുന്നതുമായിരുന്നു. കാണികൾ മാത്രമല്ല അനൗൺസേഴ്സും എണീറ്റ് നിന്ന് കൈയടിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാ റെസൽമേനിയ മാച്ചുകൾ കഴിഞ്ഞാലും എൻട്രൻസ് റാമ്പിലെത്തി തിരിഞ്ഞു നോക്കുന്ന അണ്ടർടേക്കർ ഒരാളെ പോലും തിരിഞ്ഞു നോക്കാതെയായിരുന്നു ബാക്ക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.
അതായിരുന്നു സ്ട്രീക്കിന്റെ അവസാനം. ഈ ഒരു മൊമെന്റ് ലൈവായിട്ട് കണ്ട ആർക്കും തന്നെ അതിന്റെ ഹരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ആഴ്ചയിലെ കഥ. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത ഏതെങ്കിലും ഒരു കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.